Hello, everyone. എൻ്റെ പേര് ACOD. Welcome to our new English learning class. Learn English with ACOD. ഞാനിവിടെ നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനത്തെ എളുപ്പവും രസകരവുമാക്കാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റിയ സിമ്പിൾ ഇംഗ്ലീഷ് വാക്യങ്ങൾ പഠിക്കാം. ഓരോ ക്ലാസ്സും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ദിനംപ്രതി ഉപയോഗിക്കുന്ന ചെറിയ വാക്കുകളും വാക്യങ്ങളും മലയാളം അർത്ഥത്തോടൊപ്പം മനസ്സിലാക്കാം. നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ആണെങ്കിലും ഈ ക്ലാസ് എല്ലാവർക്കും അനുയോജ്യമാണ്. ഓരോ പാഠത്തിലും പുതിയ വാക്കുകളും വാക്യങ്ങളും ഉദാഹരണങ്ങളോടെ പഠിക്കാം. ഓരോ വീഡിയോയും കുറച്ചു കണ്ടന്റ് മാത്രമേ ഉണ്ടായിരിക്കൂ. അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അടുത്ത വീഡിയോ കാണുന്നത്. മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റായി കാണാവുന്നതാണ്. അപ്പോ ഇനി വൈകാതെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങാം. നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. തുടങ്ങുക എന്നത് ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? അതെ, ലെറ്റ് us സ്റ്റാർട്ട് എന്നാണ് പറയുക. ലെറ്റ് us സ്റ്റാർട്ട് എന്നുവച്ചാൽ നമുക്ക് തുടങ്ങാം. ലെറ്റ് us എന്നത് നമുക്ക് ഷോർട്ട് ആയി ലെറ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇനി മുതൽ നമുക്ക് ലെറ്റ്സ് എന്ന് പറഞ്ഞു തുടങ്ങാം. നമുക്ക് ലെറ്റ്സ് വെച്ച് കുറച്ചു ഉദാഹരണങ്ങൾ നോക്കിയാലോ? ലെറ്റ്സ് ഗോ എന്നുവച്ചാൽ നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു സ്കൂൾ, നമുക്ക് സ്കൂളിൽ പോകാം. ലെറ്റ്സ് ഈറ്റ്, നമുക്ക് ഭക്ഷണം കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് ടുഗെദർ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ലെറ്റ്സ് സ്റ്റഡി, നമുക്ക് പഠിക്കാം. ലെറ്റ്സ് സ്റ്റഡി ഇംഗ്ലീഷ്, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ലെറ്റ്സ് പ്ലേ, നമുക്ക് കളിക്കാം. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ, നമുക്ക് ഫുട്ബോൾ കളിക്കാം. ലെറ്റ്സ് ട്രൈ അഗൈൻ. അഗൈൻ എന്നുവച്ചാൽ വീണ്ടും എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ലെറ്റ്സ് ട്രൈ അഗൈൻ എന്നുവച്ചാൽ നമുക്ക് വീണ്ടും ശ്രമിക്കാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, നമുക്ക് നടക്കാൻ പോകാം. ലെറ്റ്സ് മേക്ക് സം ടീ, നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കാം. ലെറ്റ്സ് ഡു ആർ ബെസ്റ്റ്, നമുക്ക് കഴിയുന്നതെല്ലാം ചെയ്യാം. ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലായി മലയാളത്തിൽ സംസാരിക്കുന്നത്. കുറച്ച് ക്ലാസുകൾ കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് വാക്കുകളും വാക്യങ്ങളും കൂടുതൽ ചേർത്ത് നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ നിങ്ങൾ കൂടുതൽ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള അറിവും ആത്മവിശ്വാസവും സ്വാഭാവികമായി വർദ്ധിക്കും. ഇതുവഴി നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കിൽ സ്ലോലി മെച്ചപ്പെടും. ഇനി നമുക്ക് ലെറ്റ്സ് വെച്ച് ഒരു ഷോർട്ട് സ്റ്റോറി പറയാം. ഇറ്റ് വാസ് എ ബ്രൈറ്റ് സൺഡേ മോർണിംഗ്. ഐ വോക്ക് അപ്പ് early and called my friend Jenny. I said, let's go for a walk. Jenny said, okay. We both got ready. Then I said, let's take a bottle of water. We started walking through the park. The birds were singing and the weather was cool. After some time, Jenny said, I am hungry. Let's eat something. So we went to a small shop near the park. We bought 2 sandwiches and some juice. Then I said, let's sit here and eat. We sat under a big tree and started eating. It was fun. After eating, Jenny said, let's take some photos. We took selfies and laughed a lot. Then I said, let's go home now. Jenny smiled and said, let's meet again tomorrow. Friends, ഇനി നമുക്ക് ഈ സ്റ്റോറിയിൽ ലെറ്റ്സ് ഉപയോഗിച്ച് ഏതൊക്കെ സെന്റൻസ് പറഞ്ഞു എന്ന് നോക്കാം. 1. ലെറ്റ്സ് സ്റ്റാർട്ട്, നമുക്ക് തുടങ്ങാം. 2. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, നമുക്ക് നടക്കാൻ പോകാം. 3. ലെറ്റ്സ് ടേക്ക് എ ബോട്ടിൽ ഓഫ് വാട്ടർ, നമുക്ക് ഒരു കുപ്പി വെള്ളം എടുക്കാം. 4. ലെറ്റ്സ് ഈറ്റ് സംതിങ്, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. 5. ലെറ്റ്സ് സിറ്റ് ഹിയർ, നമുക്ക് ഇവിടെ ഇരിക്കാം. 6. ലെറ്റ്സ് ടേക്ക് സം ഫോട്ടോസ്, നമുക്ക് കുറച്ച് ഫോട്ടോകൾ എടുക്കാം. 7. ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിലേക്ക് പോകാം. 8. ലെറ്റ്സ് മീറ്റ് അഗൈൻ ടുമോറോ, നമുക്ക് നാളെ വീണ്ടും കാണാം. ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ ഇന്ന് പഠിച്ചത് നിങ്ങളുടെ ലൈഫിൽ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സെന്റൻസുകൾ ആണ്. ഇന്ന് പഠിച്ചത് മറക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുക. ഞാൻ ഈ ചാനലിൽ ഇംഗ്ലീഷ് ലിസണിംഗ് സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ തീർച്ചയായും അത് കേൾക്കുകയും അതിന്റെ മീനിംഗ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അടുത്ത വീഡിയോയുടെ പാർട്ട് ഉടൻ തന്നെ വരും. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.